കായികമേളയിലെ പ്രതിഷേധത്തിൽ 2 സ്കൂളുകളെ വിലക്കിയ സർക്കാർ ഈ സ്കൂളുകൾ നൽകിയ പരാതിക്ക് ഇനിയും മറുപടി നൽകിയില്ല. ജി.വി. രാജ സ്പോർട്സ് സ്കൂളിന് 2ാം സ്ഥാനം നൽകിയത് എങ്ങനെയെന്ന ചോദ്യത്തിന് വിദ്യാഭ്യാസ വകുപ്പിന് ഉത്തരമില്ല. കായിക കേരളത്തിന് ആവോളം പ്രതിഭകളെ നൽകിയ മാർബേസിലടക്കം 2 സ്കൂളുകളെ വിലക്കുന്നതോടെ 200-ലധികം കായിക താരങ്ങളുടെ ഭാവി ചോദ്യചിഹ്നമാകും. സംസ്ഥാന സ്കൂൾ ചാമ്പ്യൻ പട്ടം നിശ്ചയിച്ചപ്പോൾ ജനറൽ സ്കൂളുകൾക്കൊപ്പം സ്പോർട്സ് സ്കൂളുകളായ തിരുവനന്തപുരം ജി.വി. രാജയെ പരിഗണിച്ചതാണ് സമാപന ചടങ്ങിലെ പ്രതിഷേധത്തിന് കാരണം. എന്നാൽ ഈ സ്കൂളുകൾ ഉന്നയിച്ച ചോദ്യത്തിന് ഇപ്പോഴും വിദ്യാഭ്യാസ വകുപ്പിന് ഉത്തരമില്ല. ജനറൽ സ്കൂളുകൾക്കൊപ്പം സ്പോർട്സ് സ്കൂളുകളെയും ചാമ്പ്യൻ പട്ടത്തിന് പരിഗണിക്കുമെന്ന് സ്കൂൾ മാനേജ്മെന്റുകളെ അവസാന നിമിഷം വരെ സർക്കാർ അറിയിച്ചിരുന്നില്ല. സമാപന ചടങ്ങിൽ 2ാം സ്ഥാനക്കാർക്കുള്ള പുരസ്കാരം ജി.വി. രാജ ഏറ്റുവാങ്ങിയപ്പോഴും നാവാമുകുന്ദ തിരുനാവായി തന്നെയായിരുന്നു ഔദ്യോഗിക വെബ്സൈറ്റിൽ ഉണ്ടായിരുന്ന പട്ടികയിൽ 2ാമത്. പ്രതിഷേധം ശക്തമായതോടെ രാത്രി വൈകി വെബ്സൈറ്റ് വിവരങ്ങൾ നീക്കി. ഇപ്പോഴും പുതുക്കിയ പട്ടിക സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ജി.വി. രാജ എങ്ങനെ 2ാം സ്ഥാനക്കാരായി എന്ന ചോദ്യത്തിന് വിദ്യാഭ്യാസ വകുപ്പ് മറുപടി നൽകുന്നില്ല. ജില്ലാ സ്പോർട്സ് മീറ്റുകളിൽ സ്പോർട്സ് സ്കൂളുകളെ ജനറൽ വിഭാഗത്തിൽ പരിഗണിക്കാതെയാണ് ചാമ്പ്യന്മാരെ നിശ്ചയിച്ചിരുന്നത്. സംസ്ഥാനത്തിന്റെ കായിക ഭാവിയിൽ തന്നെ പ്രതീക്ഷ ആകേണ്ടുന്ന 2 സ്കൂളുകളെയാണ് വിദ്യാഭ്യാസ വകുപ്പ് വിലക്കിയത്. അടുത്ത വർഷം സബ് ജില്ല മുതൽ ദേശീയ തലം വരെയുള്ള സ്കൂൾ മത്സരങ്ങളിൽ ഈ കുട്ടികൾക്ക് അവസരമുണ്ടാകില്ല. 2 ഒളിമ്പ്യന്മാരെയും 25 രാജ്യാന്തര അത്ലറ്റുകളെയും 500-ലധികം ദേശീയ താരങ്ങളെയും കായിക കേരളത്തിന് സമ്മാനിച്ച മാർബേസിലടക്കമുള്ള സ്കൂളുകളെ കായികമേളയിൽ നിന്ന് വിലക്കുന്നതോടെ കായിക കേരളത്തിന്റെ ഭാവിക്കായി സർക്കാർ എന്താണ് ചെയ്യുന്നതെന്ന ചോദ്യമാണ് ഉയരുന്നത്. നിതിൻ സേവ്യർ, മീഡിയ 1, കൊച്ചി.